ഹലോ, അങ്ങനെ 2-3 മാസത്തിന് ശേഷം നമ്മുടെ ഐശ്വര്യന്റെയും സ്വത്തുമണിയും കൂടിയിട്ട് കണ്ടുമുട്ടിയ രംഗാനിട്ടേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെക്കനുള്ളതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ എന്നെ ഇപ്പൊ ഭയങ്കര വിലയാണ് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തു തരും. അങ്ങനെ എന്ത് പറഞ്ഞാലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരും കേട്ടോ. ചെക്കനുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ഉപകാരം ഇപ്പൊ എനിക്കുണ്ട്. ചെക്കൻ ഇവിടെ എന്തോ സൈന്യ പ്രദർശനമൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്യാങ്ങിലത്തെ ഒരുത്തൻ, അതായത് നമ്മുടെ സായൂജ് ജർമ്മനിയിലേക്ക് പോവാണ്. അവന് വേണ്ടിയിട്ട് ഇത് ഐശ്വര്യന്റെ സ്പെഷ്യൽ ബീഫ് അച്ചാറൊക്കെ ഉണ്ട്. ഞാൻ ടേസ്റ്റ് ഒക്കെ നോക്കി, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതേ അമ്മായി വണ്ടി ഓടിച്ചിട്ട് നമ്മളിങ്ങനെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അവൻ നമ്മളെ കാത്ത് നിൽക്കണ്ടായിരുന്നിട്ട്. അപ്പോൾ അവൻ പറയണത് ഈ ഡ്രസ്സിൽ തന്നെ എടുക്കല്ലേ, വീഡിയോ എടുക്കല്ലേ എന്ന്. ഞാൻ പിന്നെ അതുപോലെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന്റെ അമ്മയും അനിയത്തിമാരും കൂടിയിട്ട് നമുക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് അവന്റെ വീടിന്റെ ബാക്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലമുണ്ട്. പിന്നെ വിചാരിച്ച് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ എന്തോ മയിലാടും അങ്ങനെ എന്തോ കൊണ്ട് ഇട്ടിട്ട്. ഇതൊക്കെയാണ് അവന്റെ അനിയത്തിമാരാണ് രണ്ടുപേര്. പിന്നെ ഞങ്ങളൊക്കെ കൂടിയിട്ട് മെല്ലെ അങ്ങോട്ട് കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചെത്തി. ഇവളത് എക്സ്പ്രഷൻ ഇട്ട് മരിക്കണ്ടേ, എന്നിട്ട് പറയണേന്ന് ഞാൻ മറന്നു പോയിട്ടാ. കുറെ നാളുകൾക്ക് മുന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ ഇട്ടു മാത്രം. അങ്ങനെ ചെക്കൻ പോവായിട്ടാ. അപ്പൊ അവന് നല്ലൊരു ജീവിതം അവിടെ ഉണ്ടാവട്ടെ എന്ന്